KC-യുടെ താല്പര്യക്കാരെ കൊണ്ടുവന്നിരിക്കുന്നു. അബിൻ വർക്കിയെ തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇല്ല, അത് കോൺഗ്രസില് ഒരു വ്യക്തിയല്ല പ്രാധാന്യമുള്ളത്, പാർട്ടിയാണ്. പാർട്ടി എടുക്കുന്ന തീരുമാനം എല്ലാ ആസ്പെക്റ്റും പരിഗണിച്ചിട്ടാണ്, എല്ലാ വശങ്ങളും പരിഗണിച്ചിട്ടാണ് പാർട്ടി തീരുമാനം എടുക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് നല്ല ചെറുപ്പക്കാരായ 4 പേരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അത് കോൺഗ്രസ്സുകാരെല്ലാം അംഗീകരിക്കും. ഞാനതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ദേശീയ സെക്രട്ടറി ആകാനില്ല എന്നാണ് അബിൻ വർക്കി ഇപ്പോൾ പറയുന്നത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നേരത്തെ തന്നെ താല്പര്യമില്ലെന്ന് അറിയിച്ചിരുന്നതാണ്. താല്പര്യം മാത്രമല്ല, വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയിട്ടാണ് ഇപ്പോൾ ദേശീയ സെക്രട്ടറി സ്ഥാനം. അതല്ല, പാർട്ടിയിൽ ഓരോരുത്തർക്കും ഓരോ സ്ഥാനം വേണ്ട എന്ന് പറയുന്നവർക്ക് സ്ഥാനങ്ങൾ കൊടുക്കുമല്ലോ. അബിൻ വർക്കി വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ അദ്ദേഹം ഇപ്പോൾ തീരുമാനത്തിനെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. തീരുമാനത്തെ അംഗീകരിക്കുന്നു എന്നാണ് ശ്രീ അബിൻ വർക്കി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത് നിങ്ങളൊരു കോൺട്രവേഴ്സി ആക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ദേശീയ സെക്രട്ടറി എന്ന് പറയുമ്പോൾ സംസ്ഥാനത്ത് നിന്ന് മാറി ദേശീയ തലത്തിലേക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പോകാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടായിരിക്കും അത് വേണ്ടെന്ന് പറയുന്നത്. അങ്ങനെയായിരിക്കും. അല്ല, അതിപ്പോൾ ചില നേതാക്കന്മാർക്ക് സംസ്ഥാനമാണ് താല്പര്യം, ചിലർക്ക് ദേശീയ രാഷ്ട്രീയമാണ് താല്പര്യം. എനിക്കായിരുന്നു ദേശീയ രാഷ്ട്രീയമാണ് താല്പര്യം. ഞാൻ ദേശീയ രാഷ്ട്രീയത്തിലാണ് പ്രവർത്തിച്ചത്. സംസ്ഥാനത്തിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഇത് ഓരോരുത്തരുടെ രീതിയാണ്. പക്ഷേ അങ്ങനെയാണെങ്കിലും പാർട്ടി ഒരു തീരുമാനമെടുത്താൽ അത് എല്ലാവരും അംഗീകരിക്കണം. ഈ ജനീഷിനെ പ്രസിഡന്റാക്കുക മാത്രമല്ല ചെയ്തത്, ചുള്ളിലിനെ ഒരു പ്രധാന സ്ഥാനത്തേക്ക് കൊണ്ടുപോയി. രണ്ടുപേരും KC-യുടെ അതല്ലേ, യൂത്ത് ഒരു ടീമല്ലേ നല്ലത്? KPCCക്ക് ഒരു ടീമല്ല, ഒരു വ്യക്തിയേക്കാൾ നല്ലത് ഒരു ടീമല്ലേ? അപ്പൊ ഞാൻ അതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുക. കാരണം KPCCക്ക് ഒരു ടീമിനെയാണ് വെച്ചത്, അതുപോലെ യൂത്ത് കോൺഗ്രസിന് ഒരു ടീം വെച്ചിരിക്കുന്നു. അത് തികച്ചും സ്വാഗതാർഹമാണ്. കാര്യം ഒരാളേക്കാൾ നല്ലത് ഒരു ടീമാണ്. അത് അവർ നല്ല റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഫോർച്യൂൺ ഫർണിച്ചർ, കുലശേഖരപതി, പത്തനംതിട്ട. ഏവർക്കും ഫോർച്യൂൺ ഫർണിച്ചറിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഫോർച്യൂൺ ഫർണിച്ചർ നിങ്ങളുടെ വീട്ടിലെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ ഇനി സമ്മാനിക്കുന്നു കലക്കൻ ഓണം ഓഫറുകൾ. എല്ലാവിധ ഫർണിച്ചറുകൾക്കും വമ്പിച്ച വിലക്കുറവ്. ഇത് സാധാരണ ഓഫറല്ല, ഇത് ഫോർച്യൂൺ ഫർണിച്ചറിന്റെ ഓണസമ്മാനം. 4 സീറ്റർ ഡൈനിങ് ടേബിൾ വെറും 8500 രൂപ മാത്രം. ഒരു സ്പ്രിംഗ് മാട്രസ് വാങ്ങുമ്പോൾ ഒരു തേക്കൻ കട്ടിൽ അബ്സല്യൂട്ട്ലി ഫ്രീ. ഒരു സിംഗിൾ മെത്ത വെറും 999 രൂപയ്ക്ക്. ട്രെൻഡി സോഫ സെറ്റ്, റോയൽ ഡൈനിങ് ടേബിൾ, പ്രീമിയം വാർഡ്രോബസ് ആൻഡ് സ്റ്റൈലിഷ് ബെഡ്റൂം കളക്ഷൻസ് എല്ലാം തന്നെ ഫാന്റസി പ്രൈസിൽ. ഈ ഓണം നിങ്ങളുടെ വീട്ടിലേക്ക് സമൃദ്ധിയും സ്നേഹവും നിറഞ്ഞു വരട്ടെ. യുവർ ഹോം യുവർ സ്റ്റൈൽ. നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറുകളും വെറും 59,000 രൂപയ്ക്ക് ഫോർച്യൂൺ ഫർണിച്ചറിൽ നിന്നും ലഭിക്കുന്നു. ഫാമിലി കോട്ട് കട്ടിൽ, 6 ചെയർ, ഡൈനിങ് ടേബിൾ, ടീപ്പോയ്, സോഫ സെറ്റി, പ്ലാസ്റ്റിക് ചെയർ 2, അലമാര, കോട്ട് സ്റ്റാൻഡ് വെറും 59,000 രൂപയ്ക്ക്. ഒരു സ്പ്രിംഗ് മത്ത വാങ്ങുമ്പോൾ ഒരു സ്പ്രിംഗ് മത്ത സൗജന്യമായി ലഭിക്കുന്നു. ഫോർച്യൂൺ ഫർണിച്ചർ, മൈലപ്പുറ റോഡ്, ജുമാ മസ്ജിദ്, കുലശേഖരപതി, പത്തനംതിട്ട. ഫോൺ 95 26 97 16 11. മറ്റൊരു നമ്പർ 95 62 69 16 11. ബ്രാഞ്ച് ഇഞ്ചക്കാട്, കൊട്ടാരക്കര, തഴവ, കുറ്റിപ്പുറം.